തൃശൂർ ജില്ലയിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ കൊടികുത്തി വാണിരുന്ന കാലം. അടിക്കടിയും തിരിച്ചടിയും കൊല്ലും കൊലയുമെല്ലാം നാടിനെ ഭീതിയിലാഴ്ത്തിയിരുന്നു. അക്കാലത്താണ് 2010-ൽ കുമ്പളങ്ങാട് ഡിവൈഎഫ്ഐ പ്രവർത്തകനെ BJP-ക്കാർ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം അരങ്ങേറിയത്. കുമ്പളങ്ങാട് സ്വദേശി ബിജുവിനെ വെട്ടിക്കൊല്ലുകയും സുഹൃത്ത് ജിനീഷിനെ ആക്രമിക്കുകയും ചെയ്ത കേസ് നടന്നിട്ട് 15 വർഷം പൂർത്തിയായെങ്കിലും ഇന്നും അത് നടുക്കുന്ന ഓർമ്മയാണ്. കേസിൽ പ്രതികളായ 8 BJP പ്രവർത്തകർക്ക് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഇതുകൂടാതെ ആക്രമണത്തിന് 10 വർഷവും സംഘം ചേരലിനും ഗൂഢാലോചനയ്ക്കും ഓരോ വർഷവും ശിക്ഷ വിധിച്ചു. പ്രതികൾ ഓരോരുത്തരും 1 ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്നും ഉത്തരവിട്ടു. കുമ്പളങ്ങാട്ടെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ബിജുവിനെ വെട്ടിക്കൊന്ന കേസിൽ BJP പ്രവർത്തകരായ ജയേഷ്, സുമേഷ്, സെബാസ്റ്റ്യൻ, ജോൺസൺ, ബിജു, സതീഷ്, സുനീഷ്, സനീഷ് എന്നിവരെയാണ് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. 8 പേരും ഓരോ ലക്ഷം രൂപ വീതം പിഴയും നൽകണം. ഇതിൽ ബിജുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം നൽകണമെന്നാണ് തൃശൂർ 3-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. കേസിൽ ആകെ 9 പ്രതികളാണ് ഉണ്ടായിരുന്നത്. കേസിലെ 6-ാം പ്രതി രവി വിചാരണയ്ക്കിടെ മരിച്ചിരുന്നു. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എന്നാൽ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ ജിനീഷ് അടക്കം 24 സാക്ഷികളെ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് വിസ്തരിച്ചു. 82 രേഖകളും 23 തൊണ്ടിമുതലുകളും ഹാജരാക്കി. വടക്കാഞ്ചേരി ഇൻസ്പെക്ടറായിരുന്ന നിലവിൽ ഗുരുവായൂർ ACP ആയ TS സിനോജാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. മെയ് 16-നാണ് കുമ്പളക്കാട് ഗ്രാമീണ വായനശാലയുടെ മുൻഭാഗത്ത് വെച്ച് CPM DYFI പ്രവർത്തകനായ ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. DYFI യൂണിറ്റ് സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ BJP RSS പ്രവർത്തകരായ പ്രതികൾ 4 ബൈക്കുകളിലെത്തി ബിജുവിനെ മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു. പ്രതികൾ വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ബിജുവിന്റെ തലയിലും കൈയിലും വെട്ടി. തടയാനെത്തിയ ജിനീഷിനെയും വെട്ടിവീഴ്ത്തി. സമീപത്തുണ്ടായിരുന്നവരെ വാളുവീശി ഭയപ്പെടുത്തിയായിരുന്നു ആക്രമണം. രാഷ്ട്രീയ വിരോധത്താൽ വാളും കമ്പിവടിയും ദണ്ഡുകളും ഉപയോഗിച്ച് ആക്രമിച്ചുവെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. News 18 തൃശൂർ.